ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഷെഫ് പിള്ളൈ സാറിൻ്റെ ഫിഷ് നിർവാണ എന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല തേങ്ങാപ്പാൽ വാഴയിലയിൽ വേവിച്ചെടുത്തിട്ടുള്ള മീനാണ് കേട്ടോ. കിട്ടു ടേസ്റ്റാണ്, നല്ല സ്മെല്ലൊക്കെ ആയിട്ട് അടിപൊളി ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് നോർമലി ഉണ്ടാക്കുന്നത് കരിമീൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കരിമീൻ അധികം കിട്ടാത്തതുകൊണ്ട് ഞാൻ അയല വെച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചു. അയല വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും, പക്ഷെ ആ കരിമീനിൻ്റെ രുചി ഉണ്ടാവില്ല. അപ്പോൾ അയല നമ്മൾ തല കളയാതെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്, മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള മാരിനേഷനാണ്, നമ്മൾ അധികം ഒന്നും ചേർക്കുന്നില്ല, ഇത്രയും തന്നെ മതി. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇത് മൊത്തം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാട്ടോ, അപ്പോഴേ ആ കറക്റ്റ് ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മീൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇതേ സംഭവം തന്നെ പിന്നെ മത്തി വെച്ചിട്ടൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു മീനിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ചെറിയ ഫ്ലേവർ വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മീൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ വാഴയിലയിൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് വാട്ടിയിട്ടുള്ള ഇല വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് വാഴയിലയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പ്രത്യേക മണം ഉണ്ടാവും നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അടിയിൽ വാഴയില ഒരെണ്ണം വെച്ചിട്ട് മേലെ 1-2 സിംഗിൾ പീസ് ആക്കിയിട്ടൊന്ന് വെക്കുക. കാരണം അടിയിലത്തെ വാഴയില എന്തായാലും കരിയും. അപ്പോൾ അതിൻ്റെ മേലെ 1-2 എണ്ണം വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കണം. എന്നാൽ മേലത്തെ ഒന്നും കരിയാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില വെച്ച് കൊടുക്കുക. നമ്മൾ തീ ഓൺ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ, ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഏകദേശം 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മീനിനനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒരുപാട് എരിവുള്ള പച്ചമുളകല്ല. പിന്നെ അതേപോലെ തന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാലിനുള്ള ഉപ്പാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കണം. മീനിൻ്റെ മേലെ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കണം. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഞാനത് ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ്, അപ്പോൾ ചേർക്കാൻ മറന്നു പോകണ്ട. എരിവിനനുസരിച്ച് എന്തായാലും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത് കുറച്ച് നേരം ഒന്ന് തേങ്ങാപ്പാൽ കുറുകുന്ന വരെ വെയിറ്റ് ചെയ്താൽ മതി. തീ ഒരുപാട് കൂട്ടി വെക്കണ്ട, കാരണം അടിയിൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും. ഇപ്പോൾ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് കുറുകി ആ ഒരു മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, 2 സൈഡും പിടിച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ തീ ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ പാൽ നല്ലപോലെ വറ്റിപ്പോവും. അപ്പോൾ ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മളിത് വിളമ്പുക. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല കിടിലനായിട്ടുള്ള ഈ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.